ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്നേഹ സന്ദേശയാത്ര നടത്തി. കാർത്തികപ്പള്ളി വാക്കയിൽ സൗമ്യയെ സഹായിക്കാനാണ് കാരുണ്യയാത്ര നടത്തിയത്. ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്നേഹ സന്ദേശയാത്ര നടത്തി. കാർത്തികപ്പള്ളി വാക്കയിൽ ശശി അംബിക ദമ്പതികളുടെ മകൾ സൗമ്യയെ സഹായിക്കാനാണ് യാത്ര നടത്തിയതെന്ന് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് പറഞ്ഞു. നട്ടെല്ലിന് തകരാറുണ്ടാകുന്ന രോഗവുമായി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് സൗമ്യ. ഏറെ ദുരിതാവസ്ഥയിലാണ് സൗമ്യയുടെ കുടുംബം കഴിയുന്നത്. ഈ സാഹചര്യത്തിലാണ് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ സ്നേഹ സന്ദേശയാത്ര സംഘടിപ്പിച്ചത്. കാർത്തികപ്പള്ളി ജംഗ്ഷനിലായിരുന്നു യാത്ര നടത്തിയത്. പഞ്ചായത്തിന്റെ 8ാം വാർഡിൽ ഒരു കുടുംബത്തിന്റെ ശശിയുടെ മകൾ ഗുരുതരമായ രോഗത്തെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ നിങ്ങളുടെ കരുണ നിറഞ്ഞ കുഞ്ഞുങ്ങളുടെ അമ്മയായ ആ യുവതിയുടെ ചികിത്സാ സഹായത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഒരു കുടുംബത്തെ കരകയറ്റുവാൻ ഹരിപ്പാട് നാട്ടുകാരും ഞങ്ങളുടെ ഈ ഉദ്യമത്തെ സഹായിക്കണം. അതുവഴി ഒരു യുവതിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വരണം എന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. യാത്രാമധ്യേ രമേശ് ചെന്നിത്തല MLA ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയായി. ഷാജി കെ ഡേവിഡിന്റെ നേതൃത്വത്തിലായിരുന്നു യാത്ര നടന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ജീവകാരുണ്യ പ്രവർത്തകരുമായ ഉല്ലാസൻ, മേഴ്സി, സുമാരാജു, മിനി, ശശി, ബിനീഷ്, സുനിത, ഉഷ, വിജി, ലേഖ, ലീന, റിയാസ്, അഷ്റഫ്, സുഭാഷ്, രമണൻ, ജയ, രാജീവ്, മധു, ജോസ് മുതുകുളം, രാമചന്ദ്രൻ തുടങ്ങിയവർ മേൽനോട്ടം വഹിച്ചു. കരുനാഗപ്പള്ളി രാഗമാലികയുടെ ഗാനമേളയും സ്നേഹ സന്ദേശയാത്രയുടെ ഭാഗമായി ഉണ്ടായിരുന്നു. കരുതൽ കൂട്ടായ്മ വീണ്ടും കാർത്തിപ്പള്ളി അടുപ്പിച്ച് 2-3 ചലഞ്ചുകളായി. പക്ഷേ എല്ലാവർക്കും ഒരു വല്ലാത്തൊരു ആശങ്കയായിരുന്നു, അടുപ്പിച്ച് ചലഞ്ച് ഇങ്ങനെ വെച്ചാൽ പൈസ കിട്ടുമോ. അപ്പോൾ ഞാൻ പറയും, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് പറയും. ഈ ദൈവം എന്ന് പറയുമ്പോൾ നമ്മളാണ് ദൈവം. നമ്മൾ ദൈവമാകുമ്പോഴാണ് ഈ കെട്ട് പൈസ 1,65,000 രൂപയോളം ശേഖരിക്കുവാൻ സാധിച്ചു. രാവിലെ മുതൽ 8 മണി മുതലുള്ള വലിയ അധ്വാനമാണ്. കാർത്തിപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് ഉണ്ണിയപ്പവും ചെലപ്പഞ്ചേട്ടൻ്റെ ഉണ്ണിയപ്പവും ഹരി ഹോട്ടലിലെ ബേസിനുണ്ടൊക്കെ ആയി ഞങ്ങൾ ആൾക്കാരെ സമീപിച്ചപ്പോൾ ആ കുടുംബത്തിന്റെ ദയനീയ സ്ഥിതി പറഞ്ഞപ്പോൾ 1,65,000 രൂപയോളം ലഭിച്ചു. മാത്രമല്ല, അടുത്ത വെള്ളിയാഴ്ച കാർത്തിപ്പള്ളി മുസ്ലിം ദേവാലയത്തിന് മുമ്പിൽ, ഇതിന്റെ വിശ്വാസം ഈ 1.65 എന്നുള്ളത് വെള്ളിയാഴ്ച മുസ്ലിം ദേവാലയത്തിന്റെ മുമ്പിലത്തെ കളക്ഷൻ കഴിയുമ്പോൾ ഏകദേശം 2 ലക്ഷം രൂപ കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വളരെ ദൈവകൃപയിലാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. ഈ 1,65,000 വളരെ ദയനീയമായി താമസിക്കുന്ന കുടുംബമാണ്. ഈ 1,65,000 രൂപ ഇപ്പോൾ ഉല്ലാസം മെമ്പറെയും മേഴ്സി മെമ്പറെയും 2 പേരിലും പ്രതീകാത്മകമായി ഏൽപ്പിക്കുന്നു. തുടർന്ന് ആ വീടിന് സമീപമുള്ളതും ആ വീടിന്റെ പ്രശ്നങ്ങളിലൊക്കെ കാര്യമായി ഇടപെടുകയും ചെയ്യുന്ന വിനേഷ് സാറിനെ, റിട്ടയർഡ് ഹയർ സെക്കൻഡറി അധ്യാപകനാണ്, അദ്ദേഹത്തെ ആ സാറിനെ ഈ പൈസ ഏൽപ്പിക്കും. ആ രോഗിക്ക് സൗമ്യയ്ക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. തുടർന്നും ആ കുട്ടിയുടെ അക്കൗണ്ട് നമ്പറൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളവർ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കണം. 2 പേരെയും ചേർന്ന് ഈ പൈസ ഏൽപ്പിക്കുന്നു. ഈ മെമ്പർമാരുടെ ഒക്കെ അധ്വാനം, ഇവിടെ വരാൻ പറ്റാത്ത മെമ്പർമാരുണ്ട്, ഇവിടെ ഈ വീഡിയോയിൽ കാണാത്ത വ്യക്തിത്വങ്ങളുണ്ട്. ഒത്തിരി പേർ മഴയത്ത് ഉച്ചവരെയുമ്പോൾ മഴയായിരുന്നു. ഈ മഴയത്തൊക്കെ ഒരേ മനസ്സോടുകൂടി അധ്വാനിച്ച എത്ര പേരുകൾ പറഞ്ഞാൽ നിൽക്കുന്നവരും വരാത്തവരും കാലുവയ്യാത്തവരും കൈവയ്യാത്തവരും എല്ലാവരും ഒരു മനസ്സുണ്ടായിരുന്നു. ആ ഒരു മനസ്സുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചായത്തുകളിലും നമ്മുടെ വാർഡുകളിലും ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ സഹായിക്കുവാൻ ഒരു രാഷ്ട്രീയ ജാതി മതം ഒക്കെ പറഞ്ഞ് ഇതുപോലൊന്ന് ഒന്നിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലുള്ളൂ. ഈ ഒരു 10 ദിവസത്തിനുള്ളിൽ ഉല്ലാസമാരുടെ മെമ്പർ തന്നെ 2ാമത്തെ ചലഞ്ചാണ്. ഇതിന് എന്നോട് മേഴ്സിയാണ് ഇത് ആദ്യമായി സൂചിപ്പിക്കുന്നത്. വളരെ ദയനീയമായ അവസ്ഥയാണ്. ഈ പൈസ ഏൽപ്പിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സഹകരണ ദിവസങ്ങളിലൊക്കെ ഈ അക്കൗണ്ട് നമ്പർ നിങ്ങളുടെ കയ്യിലുള്ളവർ ഇത് തീർച്ചയായിട്ടും ഈ കുട്ടിക്ക് കുറച്ചുകൂടെയൊക്കെ പൈസ അയച്ചു കൊടുക്കണം. വെള്ളിയാഴ്ച മുസ്ലിം ദേവാലയത്തിന് മുമ്പിൽ വീണ്ടും കാണാം. CDNet ന്യൂസ്, ഹരിപ്പാട്.